അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റാസൽ ഖൈമയിലുള്ള ജബൽ ജെയ്സിലേക്കാണ് കേട്ടോ. ആക്ച്വലി ഇത് പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ്. നമ്മൾ ഓൾറെഡി റാസൽ ഖൈമയിൽ അൽമർജാൻ ഐലൻഡിൽ സ്റ്റേക്കേഷനിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ ഇച്ചായം വെച്ചൊരു ഓപ്ഷനാണ്, നമുക്ക് എന്തായാലും റാസൽ ഖൈമ വരെ വന്നതല്ലേ, ജബൽ ജെയ്സും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് കുറച്ച് പച്ചപ്പ്, ഹരിതാഭ, ബീച്ച് അങ്ങനെയൊക്കെയാണ് എനിക്ക് പോകാൻ കുറച്ച് കൂടുതൽ ഇഷ്ടം. ഇവിടുത്തെ മൗണ്ടനൊക്കെ ആകുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് ഒട്ടും പ്ലീസിങ് അല്ലാത്ത മൗണ്ടൻ ആയിരിക്കും എന്നാണ് കേട്ടോ ഞാൻ കരുതിയത്. പക്ഷേ ആ റൂട്ടിലേക്ക് ആയപ്പോൾ തന്നെ എനിക്ക് ആ വ്യൂവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കാണുന്ന മലകളൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഇത് കണ്ടിട്ട് ഇങ്ങനെ കറങ്ങി നമ്മൾ തിരിച്ചു പോരണം എന്നാണ് കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയി വന്നപ്പോൾ രണ്ട് മലയുടെ ഇടയ്ക്കുള്ള റോട്ടിൽ കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി നമ്മളിപ്പോൾ തന്നെ എത്തുമെന്ന്. പക്ഷെ പിന്നെ മാപ്പിലോട്ടൊന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇനിയും ഓൾമോസ്റ്റ് 1 മണിക്കൂർ, അതും ഫുൾ ബ്ലോക്കൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മെയിൻ സ്ഥലമായ മൗണ്ടനിൽ എത്താൻ കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡിലുള്ള മലകളിലും ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്ന പോലെയാണ് കേട്ടോ അതിൻ്റെ ഡിസൈനൊക്കെ വരുന്നത്. ശരിക്കും നമ്മൾ ചെയ്ത പോലെയുണ്ട്, എല്ലാം ഒരേ പാറ്റേണിൽ. ഇപ്പം സമയം ഓൾമോസ്റ്റ് ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ സൺ ലൈറ്റ് കണ്ടോ, നല്ല ഓറഞ്ച് കളറായിട്ടാണ് വരുന്നത്. ഈ വ്യൂ ഒന്ന് നോക്കിയേ, എൻ്റെ ദൈവമേ എന്ത് രസമായിരുന്നു കാണാൻ വേണ്ടി. അത് ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ ഫുൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ വ്യൂസ് ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് ആ ക്ലൗഡിൻ്റെ ഷേപ്പ് തോന്നുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കത് കണ്ടിട്ട് മിക്കി മൗസിൻ്റെ ഒക്കെ പോലെ തോന്നുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഡീവിയേഷനും കാര്യങ്ങളൊന്നുമില്ല. ഈ റോഡിന് സ്ട്രെയിറ്റ് പോകുന്നത് മൗണ്ടനിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അവിടെ നല്ല തിരക്കാണെന്ന് മനസ്സിലാക്കാം. ഈ കാണുന്ന കാറെല്ലാം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ കുറേ പേര് ഇവിടെ കാറൊക്കെ നിർത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ നിർത്തിയില്ല കേട്ടോ, കാരണം അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പിന്നെയും ലേറ്റ് ആവും. ഓൾറെഡി നല്ല തിരക്കുണ്ട് മുകളിലോട്ട് കയറാൻ വേണ്ടി. അപ്പോൾ പിന്നെയും നമ്മളിവിടെ നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോവും. കണ്ടോ, ഫ്രണ്ടിലോട്ട് ഫുള്ള് ക്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ കഴിയുമ്പോൾ പിന്നെ 2 വേ ആവുകയാണ് റോഡ്. അപ്പോൾ ഭയങ്കര റഷായിരിക്കും. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു സ്ഥലത്തൊക്കെ ഇതുപോലെ എന്തൊക്കെയോ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ പോണ വഴിക്ക് ഒറ്റ പെട്രോൾ പമ്പോ ഗ്യാസ് സ്റ്റേഷനോ കണ്ടില്ല കേട്ടോ. ഇനി ഞാൻ മിസ്സാക്കിയതാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ വലിയ ക്യൂയിലാണ് കേട്ടോ ഇപ്പോൾ കിടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയേ, നമ്മുടെ ടെമ്പിളിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കൊത്തുപണികൾ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത് നോക്കിയേ, ഫ്രണ്ടിലോട്ടൊന്ന് നോക്കിയേ നിങ്ങൾ, ഭീമം ക്യൂ ആണ് കേട്ടോ കാണുന്നത്. വളഞ്ഞ് അങ്ങ് അറ്റം വരെ ക്യൂ. അതാ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേനും ഒരു കുറവ് കിട്ടി കേട്ടോ. ഇപ്പോൾ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്. എന്നാലും ഇവിടെ മാക്സിമം സ്പീഡ് 40 or 60 അങ്ങനെ എന്താ, അതിൽ കൂടുതൽ പോകാൻ പറ്റില്ല കേട്ടോ. വീണ്ടും ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ക്ലൗഡ് കാണാൻ എന്ത് രസമാണ്. അങ്ങനെ നമ്മളിപ്പോൾ മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള റോഡ് 1 കിലോമീറ്റർ പോലും നേരെ കാണാൻ പറ്റില്ല കേട്ടോ. ഫുള്ളിങ്ങനെ വളഞ്ഞ് ഞങ്ങൾ റൗണ്ട് അടിച്ച് വേണം നമുക്ക് മേളിൽ കയറാൻ. എൻ്റെ അഭിപ്രായത്തിൽ ഡ്രൈവിംഗ് നല്ല കോൺഫിഡൻസ് ഉള്ളവർ മാത്രം ഒറ്റയ്ക്കൊക്കെ ഡ്രൈവ് ചെയ്ത് പോയാൽ മതി കേട്ടോ. നല്ല റിസ്കി ഡ്രൈവാണ്. ഓൾമോസ്റ്റ് ഒരു 45-50 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ മൊത്തം ഈ മല കയറി മേളിൽ ചെല്ലാൻ വേണ്ടി. പക്ഷെ നമുക്ക് ഒട്ടും ബോറടിക്കില്ല, ഒട്ടും ലാഗാവില്ല കേട്ടോ. നല്ല വ്യൂ ആണ്. കുറേ കാണുമ്പോൾ നമുക്ക് റിപ്പീറ്റേഷൻ പോലെ തോന്നുമെങ്കിലും പക്ഷെ അത് ഒട്ടും ബോറടിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരാളും ഓവർ സ്പീഡോ ഓവർടേക്കിങ്ങോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എല്ലാവരും സമാധാനപരമായിട്ട് അവധാനത്തിൽ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ താഴെ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് നമുക്ക് മലയും റൈറ്റ് സൈഡിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ ഹൈറ്റിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു സൈഡ് മലയും മറ്റേ സൈഡ് വലിയ കൊക്കയാണ് കേട്ടോ. വെറുതെ ഒന്ന് മാപ്പിലോട്ട് നോക്കിയതാണ് കേട്ടോ. ഇത് നോക്കിയേ, എന്തോ നൂലൊക്കെ കെട്ട് പിണഞ്ഞ് കിടക്കുന്ന പോലെയാ വഴി കിടക്കുന്നത്. ഇതുവഴി ഫുള്ളാണ് നമുക്ക് കയറേണ്ടത്. ഇപ്പൊ ഏകദേശം സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ വ്യൂ ഒന്ന് നോക്കിയേ, എൻ്റെ ദൈവമേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിപ്പോൾ കുറേ നേരമായില്ലേ വ്യൂസിനെ പറ്റി പറയുന്നത്, പക്ഷെ ഒരു രക്ഷയില്ലാത്ത വ്യൂ. എന്ത് ചെയ്യാനാ. അപ്പോൾ അടുത്ത എന്തോ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണോ എന്തോ. അങ്ങനെ നമ്മളത് കുറച്ചും കൂടെ മുകളിലെത്തി. ആളുകൾ ഇവിടെ തന്നെ കാർ പാർക്ക് ചെയ്ത് ടെൻ്റ് അടിക്കുന്നവരുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ടെൻ്റ് അടിച്ച് ഗ്രില്ല് ചെയ്ത് അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നവരും ഉണ്ട്. ഇവിടുന്നേ അങ്ങ് തുടങ്ങുവാണ്. ആദ്യമൊന്നും എനിക്ക് മല കയറുവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. പക്ഷെ കുറച്ചതാ ഇവിടേക്ക് എത്തിയപ്പോഴത്തേനും എനിക്ക് ചെവിയൊക്കെ അടച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഹൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജബൽ ജെയ്സ് മൗണ്ടൻ സീ ലെവലിൽ നിന്ന് 1934 മീറ്റർ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 700 കിലോമീറ്റർ നീളവും 100 കിലോമീറ്റർ വീതി ഉണ്ട് കേട്ടോ ഈ ഒരു മൗണ്ടന്. അപ്പോൾ നമ്മൾ ഒരു റെസ്റ്റിംഗ് പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ആളുകൾ ഗ്രില്ലടിക്കാനും ടെൻ്റ് അടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ വ്യൂ ആസ്വദിച്ച് വേണമെങ്കിൽ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവാം. പക്ഷെ നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറുവാണ്, കാരണം ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം, അത്രേ നമുക്ക് ഉദ്ദേശമുള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്നൊരു ബ്രേക്ക് എടുത്തു. പുറത്തിറങ്ങി കുറച്ച് നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. ആ മതിൽ ചാടി അപ്പുറം കിടന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ച് ഹൈറ്റ് പേടിയുള്ളതുകൊണ്ട് നമ്മൾ പോയില്ല. നിച്ച് കുറച്ച് നേരം വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു വഴി കാണുന്നുണ്ട് കേട്ടോ മുകളിലേക്ക്. പക്ഷെ അതുവഴി കയറിയിട്ട് എങ്ങോട്ടാ പോവുക, എന്താ ചെയ്യാനുള്ളതൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോയി അടുത്ത പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. റോഡ് സൈഡിലും പാർക്കിങ്ങിലും ഒക്കെ ഫുള്ളായിരുന്നു.
ഭയങ്കര തിരക്കായിരുന്നു. അവിടെ തന്നെ ആളുകൾ എൻജോയ് ചെയ്യാൻ അവിടെ പോലെ ഫുഡ് ഏരിയ ഒക്കെ ഉണ്ട്, ഫുഡ് ട്രക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഓരോരോ സ്പോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് 2 സൈഡിലും ഫുള്ള് വണ്ടികൾ പാർക്ക് ചെയ്തേക്കാണ് കേട്ടോ. ഒട്ടും സ്ഥലമില്ല. എല്ലാവരും വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാനും ടെൻ്റ് അടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കാറ് പാർക്ക് ചെയ്തേക്കാൻ തൊട്ട് താഴെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ടെൻ്റ് അടിക്കുകയും ഗ്രില്ലടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും ഒട്ടും പ്ലാൻ ഇല്ലാതെ വന്നതുകൊണ്ട് നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള കാര്യങ്ങളോ ഗ്രില്ലടിക്കാനുള്ളതോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല നമ്മൾ 3 പേരും മാത്രമേ ഉള്ളൂ. ടെൻ്റ് അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലാണ് ഒരു വൈബ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇവിടെ എന്തോ ഒരു വ്യൂയിങ് ഡെക്ക് പാർക്കോ എന്തോ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളവിടെ നിർത്തിയൊന്നുമില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ആ പുറകിൽ കാണുന്ന മലയുടെ മുകളിൽ ആൾക്കാർ നടന്ന് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട്, അങ്ങ് അറ്റ ആൾക്കാരുണ്ട്. ഇത്രയും വലിയ മലയാണ്, അത് നടന്ന് കയറുന്നവരെ സമ്മതിക്കണം. അതേ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അടുത്ത അതിൻ്റെ മേളിലുണ്ട് കൊച്ചു കുട്ടിയെ വരെയും കൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇവിടെ എവിടെയെങ്കിലും കാർ നിർത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്ര തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഈ ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയ ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളിതാ ലാസ്റ്റ് പോയിന്റിലെത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി കേട്ടോ. ആ വ്യൂ നോക്കിയേ, നമ്മൾ വന്ന വഴിയായി കാണുന്നത്. അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആ കാണുന്ന ലൈറ്റ് ഫുള്ള് നമ്മൾ വന്ന വഴി എങ്ങനെ വളഞ്ഞ് കിടക്കുന്നത്. ഞാൻ രാത്രി വ്യൂ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കുറച്ച് അപ്സെറ്റ് ആയിരുന്നു, കാരണം ഉറക്കം വരുന്നുണ്ടായിരുന്നു, ആകെ ടയേർഡായിരുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നിച്ചുവിൻ്റെ ഇവിടുന്ന് ഡോണറ്റ്സ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഡോണറ്റിൻ്റെ സെറ്റ് വാങ്ങിച്ചു. 6 സെറ്റാണ് വാങ്ങിച്ചത്. പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് ആണ് വാങ്ങിച്ചത്, നല്ലതായിരുന്നു, അത് അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ പോപ്കോൺ, പിന്നെ ഞാനൊരു നോർമൽ കോഫി വാങ്ങിച്ചു. നിച്ചു ബഹളം വെച്ചിട്ടാണ് നമ്മൾ ഡോണറ്റ് വാങ്ങിച്ചത്. പക്ഷെ നിച്ചു തൊട്ടില്ല കേട്ടോ. അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അത് വായിൽ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. രാത്രി ആയപ്പോഴത്തേനും നല്ല തണുപ്പായിട്ടോ. തണുപ്പ് മാത്രമല്ല, ഭയങ്കര തണുത്ത കാറ്റായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ക്യാപ്പെല്ലാം ഇട്ടിരിക്കുന്നത്. ഫേസ് ഒക്കെ ഡ്രൈ ആവണ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഈ കാണുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ നൈറ്റ് വ്യൂ, ആ കാണുന്ന ലൈറ്റ് ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നതാണ് നമ്മൾ വന്ന വഴി, കയറി വന്ന വഴി. ഇനി അതുവഴി തന്നെയാണ് നമ്മൾ ഇറങ്ങി പോകേണ്ടത് കേട്ടോ. അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടുന്ന് ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്, ആ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഈ ഒരു സ്പോട്ടിൽ നമുക്ക് ഗ്രില്ലടിക്കാനും ക്യാമ്പ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു, നമ്മൾ അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് ദൂരം അവിടെ നടക്കാമെന്ന് കരുതിയിട്ട് പോയിട്ടോ, പക്ഷെ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് തണുത്ത കാറ്റ്, പിന്നെ ഈ ഒരു കുക്ക് ചെയ്യുന്നതിൻ്റെ സ്മോക്കും. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു കേട്ടോ. കാരണം നല്ല ടയേർഡായിരുന്നു. നമുക്ക് ക്യാമ്പ് ചെയ്യാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ അതിന് റെഡിയും ആയിരുന്നില്ല. ഒരു സാധനം നമ്മൾ വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് അപ്പോൾ തീരുമാനിച്ചു പെട്ടെന്ന് വന്ന് കണ്ടിട്ട് പോകാൻ കരുതി അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ നിച്ചു നല്ല ഉറക്കക്ഷീണമായിരുന്നു, ഞാനാണെങ്കിൽ നല്ല ടയേർഡായിരുന്നു, ഇച്ചാനും ടയേർഡായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോകാനാണ് കരുതിയത്. ആ ബാക്കിൽ കാണുന്ന ക്യൂ ഉണ്ടല്ലോ, അത് വാഷ്റൂമിൽ പോകാനുള്ള ക്യൂ ആണ് കേട്ടോ. എൻ്റെ ദൈവമേ, കുറേ നേരം വെയിറ്റ് ചെയ്യണം, ഭാഗ്യം എനിക്ക് പോകാൻ തോന്നുന്നത്. അങ്ങനെ നമ്മളിതാ തിരിച്ച് മല ഇറങ്ങുവാണ്. പക്ഷെ കയറിയതിനേക്കാളും തിരക്കായിരുന്നു കേട്ടോ ഇറങ്ങാൻ വേണ്ടി. കാരണം ആ സമയമായപ്പോഴത്തേനും ഭയങ്കര തിരക്കായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ക്യാമ്പ് ചെയ്യാൻ കയറി വരുന്നുണ്ടായിരുന്നു. 2 വേ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ് പോകുന്നത് ഭയങ്കര റഷായിരുന്നു. കുറച്ച് ദൂരം താഴോട്ട് ചെന്നപ്പോഴത്തേനും ആ തിരക്കങ്ങ് കുറഞ്ഞു കേട്ടോ. പിന്നെ വ്യൂ കാണാൻ നല്ല രസമായിരുന്നു, ആ നൈറ്റും കൂടി ആയതുകൊണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം, അവിടെ ഒട്ടും സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല, ഈ വരുന്ന കാറിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ ടോട്ടൽ ജബൽ ജയ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഞാൻ എന്തായാലും ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് തിരിച്ച് വന്നിരിക്കും. സോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.